ഒരുപാട് പരീക്ഷണങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും ശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ മുജദ്ദിദും നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ പ്രമുഖ പണ്ഡിതനുമായ ഇമാം റബ്ബാനി തങ്ങൾ ഈ പഞ്ചാബുകാരനായിരുന്നു. ഇമാം റബ്ബാനി തങ്ങൾ പഞ്ചാബിലെ സർഹിന്ദുകാരനായിരുന്നു. 2-ാം സഹസ്രാബ്ദത്തിന്റെ നവോത്ഥാന നായകനാണ് ഇസ്ലാമിക ലോകം കണ്ട മുജദ്ദിദ് അൽഫിസാനി ഷെയ്ഖ് അഹ്മദ് അൽ ഫാറൂഖി എന്നവർ. 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലായിക്കൊണ്ട് ഹിജറ 971 ക്രിസ്തുവർഷം 1564 ഷവ്വാൽ 14 ഒരു വെള്ളിയാഴ്ച രാവിലായിക്കൊണ്ട് പഞ്ചാബിലെ സർഹിന്ദിലാണ് മഹാനവർകൾ ജനിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ ആയതുകൊണ്ട് പലരും ഫാറൂഖി എന്ന് ചേർത്ത് പറയാറുണ്ട്. ഞങ്ങളുടെ ആദ്യ യാത്ര സർഹിന്ദിലെ റബ്ബാനി തങ്ങളുടെ ചാരത്തേക്കാണ്. ഹിജറ 1000ന്റെ തുടക്കം ആയതുകൊണ്ട് മുജദ്ദിദ് അൽഫിസാനി എന്നറിയപ്പെടുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പരിപൂർണമായും ഹൃദയസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ പിതാവും പണ്ഡിതനും സൂഫി ഗുരുവുമായിരുന്ന അബ്ദുൽ അഹദ് സർഹിന്ദിയിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീടുള്ള പഠനമെല്ലാം അക്കാലത്തെ അറിവിന്റെ കേന്ദ്രമായിരുന്ന സിയാൽകോട്ടിൽ നിന്നായിരുന്നു. എല്ലാ വിഷയത്തിലും അവഗാഹമുള്ള അഗാധമായ പണ്ഡിതനായിരുന്നു ഉസ്താദ് കമാലുദ്ദീൻ കശ്മീരി എന്നവർ. അവരിൽ നിന്നായിരുന്നു പിന്നീടുള്ള പഠനം. അഖീദ, മന്തിഖ്, ഫിലോസഫി എന്നിവയിലെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടി. തൻ്റെ 17-ാം വയസ്സിൽ തന്നെ ഖാദിരിയ, ചിശ്തിയ, സുഹ്റവർദിയ എന്നീ ത്വരീഖത്തുകളിൽ ഇജാസത്ത് നൽകാനും ശിഷ്യന്മാരെ പരിശീലിപ്പിക്കാനും അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. പിന്നീടാണ് നഖ്ശബന്ദിയ ത്വരീഖത്തിലേക്ക് മഹാനവറുകൾ കടന്നു വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് അൽ ബാഖിബില്ല എന്നവരാണ് മഹാനവറുകളുടെ ആത്മീയ ഗുരു. ഖാജ ബാഖില്ല എന്നതാണ് സ്ഥാനപ്പേര്. കാബൂളിലായിരുന്നു ജനനം. ത്വരീഖത്തിന്റെ വലിയ പദവി അലങ്കരിച്ച വലിയ പണ്ഡിതനായിരുന്നു. വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മഹത്തായ വ്യക്തിത്വം. ഇമാം റബ്ബാനി തങ്ങൾ ഡൽഹിയിൽ നിന്നാണ് അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. പിന്നീട് നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ വലിയ പ്രമുഖനായ പണ്ഡിതനായി മാറുകയും ചെയ്തു. ഇസ്ലാമിക ശരീഅത്തിന്റെ തത്വങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലും സൂഫിസത്തെ ശരിയായ ഇസ്ലാമിക പാതയിലേക്ക് നയിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. അശരണർക്ക് താങ്ങും തണലുമായും പാവപ്പെട്ടവർക്ക് അത്താണിയായും മഹാനവറുകൾ ജീവിച്ചു. അറിവുകൾ തേടി ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നും മഹാനവറുകളെ തേടി വരാറുണ്ടായിരുന്നു. ഇമാം റബ്ബാനി തങ്ങളുടെ പ്രധാനപ്പെട്ട രചനയാണ് മക്തൂബാത്തുൽ ഇമാം റബ്ബാനി. ഇമാം റബ്ബാനിയുടെ കത്തുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന 3 വാള്യങ്ങളിലായി 536 കത്തുകളുടെ സമാഹാരം. ഇന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രഭാത വിരുദ് പോലെ ഈ മക്തൂബാത്തുൽ ഇമാം റബ്ബാനി എന്ന കിതാബ് പാരായണം ചെയ്യപ്പെടുന്നു. നഖ്ശബന്ദി ത്വരീഖത്ത് ഇന്ത്യയിലും മറ്റു ഇസ്ലാമിക ലോകത്തും പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മുഗൾ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 70-ലധികം ആളുകളെ തുർക്കി, ചൈന, യമൻ, ഇറ്റലി, സിറിയ, അറേബ്യ എന്നീ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിരുന്നു. ഇന്നും തുർക്കി പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഷർഹിനോട് യോജിക്കാത്ത സൂഫിസത്തിലെ ചില ആശയങ്ങളെ വരച്ചു കാണിക്കുകയും വിമർശിക്കുകയും ചെയ്തു. അതിനൊരു ഉദാഹരണമായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ ദീനെ ഇലാഹി. അക്ബർ ചക്രവർത്തിയുടെ ദീനെ ഇലാഹി എന്ന പുത്തൻ ആശയത്തെ വിമർശിക്കുകയും അടച്ചാക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ജഹാംഗീർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാനും അത് കാരണമാവുകയും ചെയ്തു. പിന്നീട് മഹാനവറുകളുടെ അറിവും പാണ്ഡിത്യവും തൻ്റെ തെറ്റുകളും മനസ്സിലാക്കിയ ചക്രവർത്തി തന്നെ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തു. ചക്രവർത്തി ജഹാംഗീർ ഇമാം റബ്ബാനി തങ്ങളുടെ ഒരു ശിഷ്യനായി മാറുകയും അവരുടെ ത്വരീഖത്തിലായിക്കൊണ്ട് അവരുടെ ശിക്ഷണത്തിലായിക്കൊണ്ട് ഒരുപാട് പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അക്കാലത്ത് പണിയുകയുണ്ടായി. ഇമാം റബ്ബാനി തങ്ങൾ ക്രിസ്തുവർഷം 1624 ഹിജറ 1034 തൻ്റെ 63-ാം വയസ്സിൽ വഫാത്താകുകയായിരുന്നു. ജാതി മതഭേദമന്യേ ഇന്നും ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നു. സിഖുകാരും മുസ്ലിങ്ങളും ഒരുപോലെ സിയാറത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതാണ് കൗതുകമേറുന്ന ഒരു കാര്യം. നാം അടുത്തതായി പോകുന്നത് സർഹിന്ദിലെ ബ്രാസ് എന്ന ഗ്രാമത്തിലേക്കാണ്. റബ്ബാനി തങ്ങളുടെ ചാരത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 9 പ്രവാചകന്മാരുടെ മക്ബറകളാണ് ഇവിടെയുള്ളത്. പേരുകളൊന്നും വ്യക്തമല്ല. ഇന്ത്യയിൽ തന്നെ പ്രവാചകന്മാരുടെ മക്കാമുള്ളത് ഈ പഞ്ചാബിലെ സർഹിന്ദിൽ മാത്രമാണ്. ഇമാം റബ്ബാനി തങ്ങളാണ് ഇത് പ്രവാചകന്മാരാണെന്ന് സ്ഥിരീകരിക്കുന്നത്. വളരെ കുറഞ്ഞ ശതമാനം മുസ്ലിങ്ങൾ മാത്രമേ പഞ്ചാബിലുള്ളൂ.
എന്നിട്ടും ഈ ദർഗകൾ ഇത്രയും പവിത്രതയോടുകൂടി സൂക്ഷിച്ചു പോകുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. സമൂഹത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ തത്വങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിലും സൂഫിസത്തെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതിലും ഇമാം റബ്ബാനി തങ്ങൾ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ ഇരു വീട്ടിലും വിജയിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.